നമസ്കാരം, ഇറ്റി ടോക്സിലേക്ക് സ്വാഗതം. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം പോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നതിലും ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിൽ എത്രത്തോളം സ്കീമുകൾ ഉണ്ടായിരിക്കണം, ലോ എൻ എ വി നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ, ഡൈവേഴ്സിഫിക്കേഷൻ എത്രത്തോളം വേണം, ഉയർന്ന ആദായം മാത്രമുള്ള സ്കീമുകളെ നോക്കി നിക്ഷേപിക്കുന്നത് ശരിയാണോ, ഇത്രത്തോളം ഒരുപാട് ഘടകങ്ങൾ ശ്രദ്ധിച്ചു വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് വിശദാംശങ്ങൾ പറഞ്ഞു തരാൻ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ജിയോ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ നാഷണൽ ഹെഡായിട്ടുള്ള ജീവൻ കുമാർ സാറാണ്. സ്വാഗതം സർ. ആദ്യത്തിൽ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കീമുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ ഒന്നിലധികം സ്കീമുകൾ അല്ലെങ്കിൽ 5, 6, 10, 12 സ്കീമുകൾ ചേർന്നതാണ് പോർട്ട്ഫോളിയോ. അതെ. അപ്പം പോർട്ട്ഫോളിയോ രൂപീകരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് സ്കീം തിരഞ്ഞെടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്കീമിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് മാത്രമേ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്കീമിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് കാണുന്നത് നമ്മൾ ശരി ആ ഫണ്ട് നമ്മൾ പോർട്ട്ഫോളിയോയിൽ എടുത്തേക്കാം. ആ ഒരു രീതി ശരിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം പാസ്റ്റ് പെർഫോമൻസ് എപ്പോഴും നമുക്കൊരു ഗ്യാരണ്ടി തരണമെന്നില്ല. പല ഘടകങ്ങളായിരിക്കും ആ പാസ്റ്റ് പെർഫോമൻസ് ഉണ്ടായി. ഉയർന്ന ആദായം മാത്രം നോക്കിയിട്ട് റിട്ടേൺസ് നൽകുന്നത് മാത്രം നോക്കി റിട്ടേൺ ഒരു പാരാമീറ്ററാണ്. പക്ഷേ റിട്ടേൺ ഈ പാസ്റ്റ് പെർഫോമൻസ് മാത്രം നോക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ കുറച്ച് കാലത്ത് ഒരു വർഷമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സ്കീമിനെ ചിലപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യണമെന്നില്ല. അപ്പം ഒരു സ്കീം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ദീർഘകാലത്തേക്ക് കഴിഞ്ഞ 1 വർഷം, 3 വർഷം, 5 വർഷം അല്ലെങ്കിൽ ഇൻസെപ്ഷൻ മുതൽ ആ ഫണ്ട് എത്ര റിട്ടേൺ നൽകിയിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു കാര്യം കൂടി അനലൈസ് ചെയ്യണം. മോശം കാലാവസ്ഥയിലും അല്ലെങ്കിൽ മോശം മാർക്കറ്റിലും നല്ല റിട്ടേൺ കൊടുക്കുന്ന ഫണ്ടാണ് മികച്ച ഫണ്ട്, അല്ലേ? ഇപ്പം മാർക്കറ്റിൻ്റെ നല്ല കാലത്ത് എല്ലാ ഫണ്ടുകളും പെർഫോം ചെയ്യും. എക്സ് ഓർ വൈ ഏതെടുത്തു കഴിഞ്ഞാലും മാർക്കറ്റ് കയറുന്നതിൻ്റെ കൂടെ എല്ലാ കമ്പനികളുടെ സ്റ്റോക്കും കയറും. അതുകൊണ്ട് ഈ ഫണ്ടും കയറിപ്പോവും. നേരെ മറിച്ച് ഒരു സ്റ്റാഗ്നേറ്റഡ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ബെയർ മാർക്കറ്റിലും പരുക്കില്ലാതെ പെർഫോം ചെയ്ത ഫണ്ട്, അതിനാണ് കൺസിസ്റ്റൻസി. അപ്പോൾ കൺസിസ്റ്റൻസി ഉള്ള സ്കീം തിരഞ്ഞെടുക്കുക. അതിനാണ് ഞാൻ കൂടുതൽ കാലത്തേക്കുള്ള റിട്ടേൺ തന്നത് എത്രത്തോളം റിട്ടേൺ തന്നിട്ടുണ്ട് എന്ന് ഇത് നോക്കിയിട്ട് ഒരു സ്കീം സെലക്ട് ചെയ്യാൻ പറയുന്നത്. സ്കീമിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് നമ്മൾ ഫണ്ട് ഹൗസ് ഏതാണെന്നും ആ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജർ എന്താണോ അതിൻ്റെ റിസ്ക് ഫാക്ടർ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്തിട്ട് വേണം സ്കീം തിരഞ്ഞെടുക്കാൻ. കൂടുതൽ സ്കീം കൂടി ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ എന്തായി വരുന്നത് പോർട്ട്ഫോളിയോ രൂപപ്പെടുത്തുന്നത്. അവിടെ വരുന്നൊരു ചോദ്യം, ഒരു മോഡൽ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി പോർട്ട്ഫോളിയോ എത്രത്തോളം സ്കീമുകൾ ഉണ്ടായിരിക്കണം? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. കാരണം പലപ്പോഴും വിചാരിക്കുന്നത് വളരെ വലിയൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക അല്ലെങ്കിൽ 10, 20 സ്കീം എടുത്തിട്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് ശരിക്കും ബുദ്ധിപരമായിട്ടുള്ള കാര്യമല്ല. കാരണം ഒന്നാമത് നമ്മൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്, നമ്മളുടെ ഹാർഡ് ഏൺഡ് മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്കൊന്ന് റിവ്യൂ ചെയ്യാൻ, ഇതിനൊന്ന് നോക്കാൻ, ഇതെങ്ങനെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റണം. അപ്പം കൂടുതൽ സ്കീം ഉണ്ടെങ്കിൽ അത് കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഐഡിയലി ഞങ്ങളൊക്കെ പറയാറുള്ളത്, ഇപ്പം എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഇത് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാറുള്ളത് ഒരു 6, 8 സ്കീം മാക്സിമം, 5, 6 സ്കീം തന്നെ ഐഡിയലി മതി. കാരണം നമ്മളെ റിസ്ക് പ്രൊഫൈൽ എന്താണെന്ന് മനസ്സിലാക്കി അതിന് മാച്ച് ആവുന്ന തരത്തിൽ സ്കീമുകൾ തിരഞ്ഞെടുക്കുക. ഇപ്പം തന്നെ ഇപ്പം മ്യൂച്വൽ ഫണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ തന്നെ വളരെ ക്ലിയറായി. ഇപ്പം ഓരോ ഫണ്ടും ഓരോ സ്കീമും കാറ്റഗറി എങ്ങനെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാർജ് ക്യാപ്പ് എന്താണ്, മിഡ് ക്യാപ്പ് എന്താ, സ്മോൾ ക്യാപ്പ് എന്താ, ഫ്ലെക്സി ക്യാപ്പ് എന്താ. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഫീച്ചർ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ബിഹേവിയറുള്ള ഫണ്ടുകളാണ് ആ ഗ്രൂപ്പിൽ വരുള്ളൂ. അപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ ഓരോ ഫണ്ട് എടുത്താൽ മതി. അപ്പം അത് മറ്റുള്ള എല്ലാത്തിനെയും ഡിനോട്ട് ചെയ്യുന്നൊരു സ്കീമായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ഫണ്ട് എടുക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പം പോർട്ട്ഫോളിയോയിൽ 5 ലാർജ് ക്യാപ്പ് എടുക്കുന്നതിൽ ഒരു കാര്യമില്ല. കോൺസെൻട്രേഷൻ റിസ്ക്. അപ്പോൾ അത് ഒരു ലാർജ് ക്യാപ്പ് ആയാലും കുഴപ്പമില്ല. റിസ്ക് എടുക്കാൻ കഴിയുന്നവന് വേണമെങ്കിലും സ്മോൾ ക്യാപ്പിൽ കൂടുതൽ വെയിറ്റേജ് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കൂടുതൽ സ്കീമിനല്ല പ്രാധാന്യം, തിരഞ്ഞെടുക്കുന്ന സ്കീമുകൾ നമ്മളുടെ റിസ്ക് പ്രൊഫൈലിനനുസരിച്ചാണോ, അതിൻ്റെ ഒരു പെർഫോമൻസ് അനാലിസിസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും കാര്യം മനസ്സിലാവും. യെസ്. അപ്പോൾ അവിടെ ചോദ്യം വരുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ എത്രത്തോളം പ്രാധാന്യം വേണം? ഈ ഓവർ ഡൈവേഴ്സിഫിക്കേഷനും അപകടമാണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ബ്യൂട്ടി ഡൈവേഴ്സിഫിക്കേഷനാണ്. കാരണം നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് ഇപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിൽ സെക്കൻഡറി മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ഓഹരി തിരഞ്ഞെടുത്തു, അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മളെ എൻ്റയർ കാശ് ആ പെർട്ടിക്കുലർ സ്റ്റോക്കിലിടുന്നു. ആ കമ്പനിയുടെ പെർഫോമൻസും ആ കമ്പനിയുടെ ഭാവി അനുസരിച്ചാണ് നമ്മളുടെ ഈ ഇട്ട കാശിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സെറ്റ് ബാക്ക് ആ കമ്പനിക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൈപ്പൊള്ളും. അത് ഒഴിവാക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരു സ്കീമിൽ തന്നെ 40, 45
ഒരു ലാർജ് ക്യാപ് ഫണ്ടോ അല്ലെങ്കിൽ ഒരു മിഡ് ക്യാപ് ഫണ്ടോ ഏത് ഫണ്ടായാലും 40-45 സ്കീം ഉണ്ടെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പം പ്രൊഫഷണൽ മാനേജ്മെൻറ്റും ഡൈവേഴ്സിഫിക്കേഷൻ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. അപ്പോൾ ഓൾറെഡി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിലാണ് നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ പോകാതിരിക്കുക. ഇപ്പോൾ എപ്പോഴും ഇപ്പോൾ ചിലപ്പോൾ പറയും നമ്മൾ ഈ റിട്ടേൺ കൂടുതൽ കാണുന്ന ഏത് കാറ്റഗറി അതിൽ കൊണ്ടുപോയി എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാം. അതൊക്കെ ഇതിൽ പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇപ്പം സ്മോൾ ക്യാപ് ഫണ്ട് കഴിഞ്ഞ 5 വർഷം 28% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, ആവറേജ് റിട്ടേൺ. അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ പോർട്ട്ഫോളിയോ മൊത്തം ഞാൻ സ്മോൾ ക്യാപ്പിലിടുക, അതൊന്നുമില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, മാത്രമല്ല 250 റാങ്കിൻ്റെ മുകളിലുള്ള താഴെയുള്ള എല്ലാ കമ്പനികളിലുമാണ് സ്മോൾ ക്യാപ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കമ്പനികളുടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നടത്തണം എന്നുള്ള കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ പാടില്ല, പക്ഷേ ഡൈവേഴ്സിഫിക്കേഷൻ വേണം. അത് നമ്മൾ ലിമിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു പ്രധാനം. പക്ഷേ ഇവിടെ ഒരു വേറെ ചോദ്യം വരുന്നത്, നമ്മുടെ ഈ പോർട്ട്ഫോളിയോയിലേക്ക് എത്രത്തോളം ഇൻഡെക്സ് ഫണ്ടുകൾ അല്ലെങ്കിൽ ETF-കളൊക്കെ വേണം എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇക്വിറ്റി ഫണ്ടുകളുടെ ഒരു കോമ്പിനേഷൻ മാത്രമല്ല. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്, റിസ്ക്, ഇതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത്. ഇപ്പം ഉള്ളൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇക്വിറ്റിയിൽ ഇടണം എന്നില്ല, മനസ്സിലായില്ല. അപ്പോൾ ഒരു അസറ്റ് അലോക്കേഷൻ നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയിരിക്കണം. കുറച്ച് ഇക്വിറ്റി, കുറച്ച് ഫിക്സഡ് ഇൻകം, ബാക്കി ഗോൾഡ് ആകാം, അതായത് കമ്മോഡിറ്റി. റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് ഡെറ്റ് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അഗ്രസീവായിട്ട്, വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റർക്ക്, റിസ്ക് എടുക്കാൻ കഴിയുന്ന ഇൻവെസ്റ്റർക്ക് 80-20% വേണമെങ്കിൽ പോകാം. നേരെ മറിച്ച് തിരിച്ചും ഉണ്ട്. വളരെ കൺസർവേറ്റീവ് അയാൾക്ക് 28, ആ 80 മുഴുവൻ ഫിക്സ്ഡ് ഇൻകം പ്രോഡക്റ്റ് ആയിരിക്കും, റിട്ടയർമെൻറ്റ് അടുത്തിരിക്കുന്നത്. അതെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇപ്പോൾ ഗോൾഡ് എൻ്റെ ഒരു കാലമായിരുന്നു ഇതുവരെ. ഇപ്പോൾ സിൽവർ, ഇങ്ങനെയുള്ള കമ്മോഡിറ്റി എല്ലാം. അപ്പോൾ ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്, നമ്മൾ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്, ETF-ഉം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു സമതുലിതമായിട്ട്, അല്ലെങ്കിൽ ഒരു സന്തുലിതമായിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനൊക്കെ പ്രാതിനിധ്യം കൊടുക്കുക. പക്ഷേ എന്ന് വെച്ചിട്ട് ഗോൾഡ് ഇതാ കയറി പോകുന്നു, നമ്മൾ മൊത്തം ഫണ്ട് ഗോൾഡിൽ ഇട്ടേക്കുക, അതല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഗോൾഡിനും നമ്മൾ കൊടുക്കുക. കാരണം ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിന് ഒരു ക്ഷീണം സംഭവിക്കുന്ന സമയത്ത് മറ്റേ അസറ്റ് ക്ലാസ് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ സ്റ്റെബിലിറ്റി കിട്ടും. അപ്പം ഇവിടെ ഒരു വേറെ ചോദ്യമാണ്, ഈ ചിലർ ലോ NAV നോക്കി പിന്നീട് ഭാവിയിൽ കൂടുതൽ നേട്ടം കിട്ടാം എന്നൊക്കെ വിചാരിച്ച് പോയി പർച്ചേസ് ചെയ്യും. മിക്കപ്പോഴും ശരിക്കും തുടക്കക്കാരായിട്ടുള്ള പല ഇൻവെസ്റ്റേഴ്സും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണിത്. നല്ലൊരു ക്വസ്റ്റ്യനാണിത്. കാരണം NAV ലോ കാണുന്ന സമയത്തോ ഇത് താഴെയല്ലേ, അതെ. മറ്റേത് വേറെ ചില ഫണ്ടുകൾ ചിലപ്പോൾ NAV വളരെ ഉയരത്തിൽ കിടക്കുന്നുണ്ടോ. ഇത്രയൊക്കെ നമ്മൾ ഈ കമ്പനിയുടെ സ്റ്റോക്സിനെ പറ്റി അനലൈസ് ചെയ്യുന്ന മാതിരി തന്നെയാണ് പെന്നി സ്റ്റോക്സിൽ അബദ്ധം, ഭയങ്കര അബദ്ധമല്ലേ അല്ലേ? പെന്നി സ്റ്റോക്സ് എങ്ങനെ പെന്നിയായി അല്ലേ? 10 രൂപ ഫേസ് വാലിൽ ഇറങ്ങിയ ഒരു സ്റ്റോക്സ് ഇപ്പോൾ 3 രൂപ കിടക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി ഒന്നുകിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ കമ്പനി പെർഫോമൻസ് ഇല്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് 3 രൂപയത്. 10 രൂപ സ്റ്റോക്ക് 1000 രൂപ ഇപ്പോൾ കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ പെർഫോമൻസ് ഓഫ് ദറ്റ് കമ്പനി, മനസ്സിലായില്ല? അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലും എന്തുകൊണ്ട് NAV താഴെ പോയി? NAV താഴെ പോയത് ഒന്നുകിൽ ഫണ്ട് മാനേജർമാരുടെ കഴിവുകേട്, അല്ലെങ്കിൽ അവരെടുത്ത സെക്ടറോ, അല്ലെങ്കിൽ ആ ഫണ്ട് ഹൗസിൻ്റെ പ്രശ്നം, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും സ്റ്റോക്ക് സെലക്ഷൻ്റെയൊക്കെ മോശം കൊണ്ടൊക്കെ NAV താഴെ പോകും. എന്നിട്ട് ആ താഴെ പോയ NAV-യിലുള്ള ഫണ്ട് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ മണ്ടത്തരായിരിക്കും. 10 വർഷമായിട്ട് 10 രൂപയിൽ താഴെ കിടക്കുന്ന ഫണ്ടുകളുണ്ടെന്നേ. നേരെ മറിച്ച് 1000 രൂപ NAV അല്ലെങ്കിൽ 600 രൂപ NAV ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റർ എപ്പോഴും നോക്കേണ്ടത് NAV എന്നുള്ളതിന് പ്രത്യേകതയൊന്നുമില്ല. NAV കാണിക്കുന്നത് എന്താണ്? അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂ മാത്രമാണ്. എത്ര റിട്ടേൺ തന്നു എന്നുള്ളതാണ്. ഫണ്ടമെന്റൽസ് നോക്കി തന്നെ പോകും. ഫണ്ടമെന്റൽസ് തന്നെ നോക്കണം. NAV-യെ പറ്റി ചിന്തിക്കേ വേണ്ട. പലപ്പോഴും NFO-യിലും വരുന്നത് തന്നെയാണ്, ന്യൂ ഫണ്ട് ഓഫറിൽ തന്നെയാണ്. 10 രൂപയ്ക്ക് കിട്ടുമല്ലോ, അത് കാര്യമൊന്നുമില്ല. 10 രൂപയ്ക്ക് കിട്ടണ്ടെന്നേ, 100 രൂപയ്ക്ക് കിട്ടുന്ന വേറെ ഫണ്ട് മാർക്കറ്റിലുണ്ട്, നല്ല ഫണ്ട്, നമ്മളെ റിസ്ക് പ്രൊഫൈലിനനുസരിച്ച്. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ മതി. ഈ NFO എങ്ങനെ, NFO നല്ലതാകാം, നല്ലതായിരിക്കാം, അല്ലാതിരിക്കാം, പക്ഷേ അത് പെർഫോം ചെയ്തൊരു മുന്നിലുണ്ട്. അതെ. അപ്പോൾ നമ്മൾ പാരലലി ഓൺ ഗോയിങ് സ്കീം നല്ലതുണ്ടാവുന്ന സമയത്ത് വേണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. അതിനെപ്പറ്റി NFO പറ്റി പക്ഷേ നല്ല പഠിച്ച് വ്യക്തമായ ബോധമുള്ള ഒരാളാണെങ്കിൽ ആ NFOക്ക് പോകുന്നതിനും കുഴപ്പമില്ല. നല്ല ഫണ്ട് മാനേജർ നല്ലതാണ്, നല്ല ഫണ്ട് ഹൗസ് ആണ്. പിന്നെ ഇവരുടെ AUM തുടക്കത്തിൽ നമ്മൾ അറിയാൻ പറ്റില്ല, ഇവർ ഫണ്ട് ലോഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ AUM അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, NFO തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ NFO-യിൽ ഇതാണ്, നമ്മൾ പഠിക്കാതെ NFOയ്ക്ക് പോകരുത്. ഓൺ ഗോയിങ് സ്കീം നല്ലതുണ്ടെങ്കിൽ അവിടേക്ക് പോകാം. NAV താഴെ ഉള്ളത് പോകാതിരിക്കുക. NAV താഴെ പോകാനുള്ള കാരണം പെർഫോമൻസ് മോശമായതാണ്. നാളെ ചിലപ്പം വേറൊരു മിടുക്കനായിട്ടുള്ള ഫണ്ട് മാനേജർ വന്ന് അതിനെ ചിലപ്പോൾ റിവൈവ് ചെയ്തേക്കാം. പക്ഷെ അതിനൊക്കെ പ്രോബബിലിറ്റി ഉള്ളൂ. അത് നടക്കില്ലോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി. ടേൺ അറൗണ്ട് സ്റ്റോറീസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പെട്ടെന്നൊരു ടേൺ അറൗണ്ട് ഉണ്ടാവണമെന്നില്ല. അതിനുള്ള റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. പാരലലി നിങ്ങൾക്ക് വേറെ നല്ല ഫണ്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് പെർഫോം ചെയ്യുന്നവരുണ്ടെങ്കിൽ
സാർ അപ്പം അവസാനമായിട്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പോർട്ട്ഫോളിയോ റിവ്യൂവിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, എപ്പോഴൊക്കെ ഇത് ചെയ്യണം, എത്ര ഡ്യൂറേഷനിലൊക്കെ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്? ഒരു പോർട്ട്ഫോളിയോ നമ്മൾ രൂപീകരിച്ച് കഴിഞ്ഞാൽ മസ്റ്റാണ് റിവ്യൂ വേണം. നമ്മൾ അത് പീരിയോഡിക്കലി റിവ്യൂ ചെയ്തേ പറ്റുള്ളൂ. മ്യൂച്വൽ ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഡൈവേഴ്സിഫിക്കേഷനൊക്കെ അതിൽ നടക്കുന്നതുകൊണ്ടും നമ്മൾ റിസ്കിനെയൊക്കെ കുറേയൊക്കെ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിക്കടി പോയിട്ട് നമ്മൾ NAV എത്രയാണ്, ഒരു സ്റ്റോക്കിനെ വാല്യൂ അനലൈസ് ചെയ്യുന്ന പോലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പെർഫോമൻസ് അനലൈസ് ചെയ്യണമെന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഐഡിയലി വൺസ് ഇൻ എ ഇയർ നമ്മളിത് നോക്കണം. നമ്മൾ ഒരു 10 സ്കീമുള്ളതിൽ 10 സ്കീമുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ആ സ്കീമുകളൊക്കെ എങ്ങനെ പോകുന്നു, പിയർ കമ്പാരിസൺ എന്ന് പറയും നമ്മൾ. ആ കാറ്റഗറിയിലുള്ള മറ്റു ഫണ്ടുകൾ നന്നായി റിട്ടേൺ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇത് താഴെ പോയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് മാറ്റിയിട്ട് ആ കാറ്റഗറിയിൽ തന്നെ വേറെ നല്ല ഫണ്ട് ഉണ്ടെങ്കിൽ മാറ്റണം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺസ് ഇൻ എ ഇയർ ഒരു പോർട്ട്ഫോളിയോ റിവ്യൂ നല്ലതാണ്. അപ്പോൾ നമ്മൾ നല്ലതിനെ കീപ്പ് ചെയ്യുക, മറ്റേത് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റുക. മാത്രമല്ല നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് അല്ലേ. 4 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട കാശായിരിക്കാം, 1 വർഷം കഴിഞ്ഞ് അതിൻ്റെ പകുതി കാശ് 4-1 വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ പ്രശ്നമുണ്ട് പോർട്ട്ഫോളിയോയിൽ. അപ്പോൾ ആ സ്കീമിനെ തിരഞ്ഞെടുക്കുക, മാറ്റാം. പക്ഷേ അത് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എക്സ്പെർട്ടുകളായിട്ടുള്ള സഹായത്തോട് കൂടിയിട്ട് സ്കീം മാറ്റാം. അവസാനമായിട്ട് 2026 പോർട്ട്ഫോളിയോ മ്യൂച്വൽ പോർട്ട്ഫോളിയോ ബെറ്റർ ആകുമെന്ന് പ്രതീക്ഷിക്കുക? വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മ്യൂച്വൽ ഫണ്ട് എന്നതിൽ നമ്മൾ റിസ്ക്, ഒരു കൺട്രോളബിൾ റിസ്ക്കാണ് മ്യൂച്വൽ ഫണ്ടിലുള്ളത്. മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി എലമെൻ്റ് ഉള്ളതുകൊണ്ട് റിസ്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ റിസ്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നമ്മൾ പുറത്തുള്ള ബഹളങ്ങൾക്ക് വല്ല ചെവിയും എടുക്കാതെ നിശബ്ദമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, നല്ല റിട്ടേൺ വരും. താങ്ക്സ്. താങ്ക് യു. അപ്പോൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന സന്തുലിതമായിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനാണ് ശങ്കുപാർ സാർ നമ്മോട് പറഞ്ഞു വെച്ചത്. മറ്റൊരു വിഷയം വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.